നമസ്കാരം, തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. The right place for bright stay. Grace Residency, Tharepalam, Thiru. Contact 04942 08200 9061 08200. കർഷകരുടെ ഭൂമി റവന്യൂ പോർട്ടലിലും കൃഷി പോർട്ടലിലും യോജിപ്പിച്ചു നൽകാത്തതിന്റെ പേരിൽ കഴിഞ്ഞ വർഷം കർഷകർക്ക് ലഭിക്കേണ്ട 800 കോടി രൂപ നഷ്ടപ്പെടുത്തിയ കൃഷിമന്ത്രി രാജിവെക്കണമെന്ന് ബിജെപി സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. നമ്മുടെ രാജ്യത്ത് കാർഷിക മേഖല വലിയ സമൃദ്ധിയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. ലോകത്ത് ഏറ്റവും വലിയ കാർഷിക ഉൽപാദന കേന്ദ്രമാക്കി ഇന്ത്യയെ മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ കാർഷിക വിളകൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയ്ക്ക് ഒട്ടേറെ പദ്ധതികൾ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുന്നു. ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഓരോ വർഷവും കാർഷിക മേഖലയ്ക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാർഷിക മേഖലയിലെ വിള ഉൽപാദനവുമായി ബന്ധപ്പെട്ട മേഖലയ്ക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുന്നതിന് വേണ്ടിയും ആനുകൂല്യം ലഭ്യമാക്കുന്നതിന് വേണ്ടി ഫസൽ ബീമ യോജനയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ആനുകൂല്യങ്ങളാണ് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് പഞ്ചായത്ത് ഘടകം ഈ എടപ്പാൾ പഞ്ചായത്തിലെ മുഴുവൻ കർഷകരെയും ഈ ഫസൽ ബീമ യോജനയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക എന്ന ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ കർഷകർക്ക് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ പൂർണ്ണമായും ലഭ്യമാകുന്നില്ല. കാരണം നമ്മുടെ ഈ സംസ്ഥാനത്ത് നമ്മുടെ റവന്യൂ പോർട്ടലുണ്ട്, പക്ഷെ കൃഷി പോർട്ടലില്ല. ഇപ്പൊ വില്ലേജ് ഓഫീസിൽ നമ്മുടെ ഭൂമിയുണ്ട്, പക്ഷെ കൃഷിഭവനിൽ നമ്മുടെ ഭൂമിയുടെ രേഖയില്ല. അതുകൊണ്ട് കൃഷി പോർട്ടലും അതുപോലെ തന്നെ റവന്യൂ പോർട്ടലും സംയോജിപ്പിച്ചുകൊണ്ട് ഈ നമ്മുടെ കേരള സംസ്ഥാനത്തെ മുഴുവൻ കർഷകർക്കും കേന്ദ്രാനുകൂല്യം ലഭ്യമാക്കുന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കുന്ന ഒരു നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ വരാത്തത് തികച്ചും പ്രതിഷേധാർഹവും അപലപനീയവുമാണ്. ഇത് നടപ്പിലാക്കാത്തതിന്റെ പേരിൽ തന്നെ നമ്മുടെ കഴിഞ്ഞ വർഷം 800 കോടി രൂപയാണ് സബ്സിഡി ഇനത്തിലും വിളനാശം സംഭവിച്ചതിന്റെ അടിസ്ഥാനത്തിലും കേരളത്തിലെ കർഷകർക്ക് ലഭിക്കേണ്ട 800 കോടി രൂപ നഷ്ടമായി പോയി. ഇപ്പോഴും ലഭ്യമാകുന്നില്ല. കാരണം ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല. ആനുകൂല്യങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കുന്നില്ല. വിളനാശം സംഭവിച്ച കർഷകരെ ദുരിതം അനുഭവിക്കുന്ന ഒരു അവസ്ഥവിശേഷമാണുള്ളത്. അതുകൊണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, തികഞ്ഞ അലംഭാവമാണ് കാണിക്കുന്നത്. ഇപ്പൊ നമ്മുടെ വിള ഇൻഷുറൻസ് തന്നെ, വിള നശിക്കപ്പെട്ടു കഴിഞ്ഞാൽ 50% ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ ലഭ്യമാകുകയാണ്. ആ വിള നശിച്ചതിന്റെ നമ്മുടെ ഇവിടെ കൃഷിഭവനൊക്കെ നോക്കൂത്തിയായിട്ട് പ്രവർത്തിക്കുകയാണ്. കൃഷിഭവൻ അങ്ങോട്ട് നിങ്ങൾ വളത്തിന്റെ ഡെപ്പോയിലേക്ക് പോകൂ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകൂ ഇങ്ങോട്ട് പോകൂ എന്ന് കർഷകനെ നിർദ്ദേശിക്കുകയല്ല വേണ്ടത്. കർഷകന് അവന്റെ വേണ്ട ആനുകൂല്യം ലഭിക്കാനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ലഭ്യമാക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും അത് ലഭ്യമാക്കുകയും ചെയ്യുന്ന നിലപാടിലേക്കല്ല കൃഷി ഉദ്യോഗസ്ഥന്മാർ വരുന്നത്. അപ്പൊ കാർഷിക മേഖലയ്ക്ക് അനുകൂലമായ ഒരു നിലപാടല്ല സംസ്ഥാന കൃഷി വകുപ്പ് സ്വീകരിക്കുന്നത്. സംസ്ഥാന കൃഷി വകുപ്പ് വൻ പരാജയമാണെന്ന് ഇതിനോടകം തന്നെ തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരമായി ഈ കർഷകരെ കൃഷി പോർട്ടലും റവന്യൂ പോർട്ടലും സംയോജിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് ബിജെപി ആവശ്യപ്പെടുകയാണ്. രാജ്യത്ത് പോർട്ടലും ഒന്നാകാത്ത ഏക സംസ്ഥാനം കേരളമാണെന്നും അദ്ദേഹം പറഞ്ഞു. സബ്സിഡി, വിളനാശം തുടങ്ങിയ മേഖലയിൽ ലഭ്യമാക്കേണ്ട ആനുകൂല്യമാണ് നഷ്ടമാക്കിയത്. കാർഷിക മേഖലയിൽ കേന്ദ്ര ആനുകൂല്യങ്ങൾ കർഷകർക്ക് ലഭിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ മുഖം തിരിഞ്ഞ് നിൽക്കുന്ന സമീപനമാണ്. കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ കർഷകർക്ക് ലഭ്യമാക്കാതിരിക്കാനുള്ള പ്രവർത്തനമാണ് കൃഷിവകുപ്പ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഫസൽ ബീമ യോജനയുടെ പദ്ധതിയിൽ കർഷകരെ ചേർക്കുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബിജെപി പഞ്ചായത്ത് പ്രസിഡന്റ് വിവേകാനന്ദൻ കോലോത്ത് അധ്യക്ഷത വഹിച്ചു. തവനൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് എം നടരാജൻ, കെ.സി. നാരായണൻ, ചന്ദ്രു കോലോത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തുഞ്ചൻ മീഡിയ.
The right place for bright stay. Grace Residency, Tharepalam, Thiru. Contact 04942 08200 9061 08200.